അപ്പോൾ ശബരിമല സന്നിധാനത്ത് ആൾക്കാരുടെ തിരക്ക്, ഭക്തജനങ്ങളുടെ തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ തിരക്ക് കൂടുമ്പോൾ കൂടുതൽ പോലീസ് സേനയും സജ്ജമാവേണ്ടതായിട്ടുണ്ട്. ഇന്ന് 2400 പേരുടെ ഒരു പോലീസ് സേന കൂടി അധികമായി അവിടെ എത്തുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്നും ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് തിരക്ക് കൂടി വരുന്നു. ഇന്നിപ്പോൾ പോലീസിന്റെ അധിക ബാച്ച് കൂടി വരേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ എന്താണ് അതിന് പുതിയ ക്രമീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ നിലവിൽ ഈ സീസണിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തീർത്ഥാടന കാലം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് വിവരങ്ങൾ? കൃഷ്ണ പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെയുള്ള തീർത്ഥാടനകാലം ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിലവിൽ സന്നിധാനത്തുള്ള 2400 പോലീസിന് പുറമെ അധിക ബാച്ച് കൂടി ഇന്ന് ചുമതലയേൽക്കുന്നത്. അത് തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. കാരണം ക്രിസ്മസ് അവധി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായർ, 2 അവധി ദിവസങ്ങൾ വരുന്നു. വലിയ തീർത്ഥാടകരുടെ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതിനെല്ലാം പുറമെ ഇനിയിപ്പോൾ 4 ദിവസം കൂടി മാത്രമേ മണ്ഡല പൂജയിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ ഒരു ദിവസം ആകെ ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം മാത്രം ഇന്നലെ വൈകുന്നേരം 8 മണിവരെ ദർശനം നടത്തിയിട്ടുണ്ട്. അത് 86,000 പേരാണ് ഇന്നലെ 8 മണിവരെ ദർശനം നടത്തുന്നത്. അതിന് പുറമെ അവസാന കണക്ക് വരുമ്പോൾ അത് 90,000-ന് മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ക്യൂ ആണ്. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ക്യൂ കോംപ്ലക്സ് കവിഞ്ഞ് പുറത്തേക്ക് വരാറില്ല. പക്ഷേ ഇന്നത് ഒരു യു ഷേപ്പിലെത്തി പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയ്ക്ക് ആൾ, കുട്ടികളടക്കം, ഈ പരീക്ഷാകാലം അവസാനിച്ചതോടെ കുട്ടികളടക്കം സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ അറിയിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. അശ്വിൻ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.